ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ ജോയിന്റ് ഡയറക്ടർക്കും നിർണായക പങ്കെന്ന് അന്വേഷണ റിപ്പോർട്ട്. സെയിൽസ് വിഭാഗം ജോയിന്റ് ഡയറക്ടർ രാജ് കപൂർ ക്ഷേമനിധി ബോർഡിൽ വെൽഫെയർ ഓഫീസറായിരുന്നപ്പോഴാണ് ക്ലർക്ക് കെ സംഗീത് കോടികൾ തട്ടിയത്. സംഗീതിനെ കൂടാതെ 6 ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചെന്ന് ജില്ലാ ലോട്ടറി ഓഫീസർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് കിട്ടിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ തുടരുകയാണ്. ജനം ബ്രേക്കിംഗ്. ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ ജില്ലാ ലോട്ടറി ഓഫീസർ വൈ മുഹമ്മദ് റിജാം KS ഏപ്രിൽ 14 സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ ലോട്ടറി വകുപ്പ് അടയിരിക്കാൻ തുടങ്ങിയിട്ട് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കാനോ തുടരന്വേഷണം നടത്താനോ വകുപ്പ് തയ്യാറായിട്ടില്ല. തട്ടിപ്പിൽ ഉൾപ്പെട്ട കെ സംഗീതടക്കമുള്ള 7 ഉദ്യോഗസ്ഥരും ഭരണാനുകൂല സംഘടനകളിൽപ്പെട്ടവരാണ്. നടപടിയെടുക്കാതിരിക്കാൻ സംഘടന സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം. അതേസമയം ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 2018 മുതൽ 20 വരെ ക്ഷേമനിധി ബോർഡിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ സൂപ്രണ്ട്, സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ എന്നിവർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. അന്നത്തെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ ഒപ്പിട്ട ശേഷമാണ് ചെക്കുകൾ ക്ലർക്ക് കെ സംഗീത് ബാങ്കിന് കൈമാറിയത്. ശേഷം രേഖകൾ നശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. തട്ടിപ്പിൽ ഉൾപ്പെട്ടവരിൽ ഒരാളൊഴികെ മറ്റുള്ളവരെല്ലാം നിലവിൽ സർവീസിൽ തുടരുന്നവരാണ്. ഇവർക്കെതിരെ നടപടിയും തുടരന്വേഷണവും വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ സംഗീത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ തുടരുന്നു. ക്ഷേമനിധി തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണവും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയും നടക്കുന്നുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.